ഹലോ ഗൈസ്, നമ്മുടെ കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു നാടും പുതിയൊരു ഏരിയയും പരിചയപ്പെടുത്തുകയാണ്. പുതിയതല്ല, സ്വാഗതമാടിലെ മാടുകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ ഒരു ബഷീർക്കയും സലാംക്കയും അതുപോലെ ഹാരിസ് ഇവരൊക്കെ കൂടിയിട്ട് ഒരു നല്ലൊരു ഫാം തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു കാലമായിട്ടുള്ളതാണ്. ആ ഫാമിൻ്റെ പ്രധാനമായിട്ടും വലിയ കാളകൾ, ഇടത്തരം കാളകൾ, ചെറിയ കുട്ടികൾ കുറവാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ബലിപെരുന്നാളിൻ്റെ സീസണിലാണ് സജീവമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കന്നുകൾ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട്. ഇത് ലോങ് സൈറ്റാണ്. നമുക്ക് ഓരോന്നിൻ്റെ അടുത്തേക്ക് പോയിട്ടൊക്കെ കാര്യങ്ങളും വിലയും ഇപ്പോൾ ചോദിച്ചറിയാം. ഇതിൻ്റെ അപ്പുറത്തെ തൊടിയിലും സംഭവമുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ പന്തലൊക്കെ കെട്ടിയിട്ട് ഇഷ്ടം പോലെ ആയിട്ട് ഇങ്ങനെ, ഞാൻ റോട്ടിലായതുകൊണ്ടാണ് വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് കണ്ടോ, ഇപ്പുറത്ത് തൊഴുത്തിലാണ് വലിയ ആളുകൾ കെട്ടിയിട്ടുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ പുറത്ത് ഇറക്കിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഏതായിരുന്നാലും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഫാമിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, ഫാമിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകിച്ച് കന്നുകാലികളെ പരിചയപ്പെടുത്തുന്ന, വില നിലവാരം അറിയുന്ന ചന്തകളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കാറുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സബ് ചെയ്ത് സഹകരിക്കുക, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഫാമിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇതൊരു ഇടത്തരം വലിപ്പമുള്ള ഇതാണ്. വില കാര്യങ്ങളൊക്കെ ലാസ്റ്റ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇവരൊന്ന് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ പന്തികേടുകളൊക്കെ ഉണ്ട്. ഓക്കെ, എനിക്ക് ചെറിയൊരു പേടിയും ബേജാറൊക്കെ ഉണ്ട്, കാരണം അത്രയും അടുത്താണ് കാര്യങ്ങളുള്ളത്. ഇത് ഇടത്തരത്തിലാണ്. തൊട്ടപ്പുറത്ത് വലിയ ടൈപ്പുണ്ട്. വിലയും കാര്യമൊക്കെ തൊട്ടടുത്ത സമയം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം ഇതൊന്ന് കണ്ടാലോ. കണ്ടോ, സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാള വിഭാഗത്തിൽ താല്പര്യമുള്ളവർക്ക് കണ്ടമാനുണ്ട്. ഇപ്പം തന്നെ ഈ ഏരിയയിൽ തന്നെ 10-20 കിടക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ തൊടിയിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇനിയും വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇടത്തരത്തിൽ പെട്ടതാണ്. നല്ല ഊത്തുണ്ട് എല്ലാവരും. നമുക്ക് ആളുകളോട് ഇൻ്റർവ്യൂ ചെയ്യാം. എല്ലാവരും തിരക്കിലാണ്. മാറ്റിക്കെട്ടണേ, കുളിപ്പിക്കണേ, മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു തിരക്കിലായതുകൊണ്ടാണ്. എല്ലാവരും അടുത്തേക്ക് ചെല്ലുമ്പോൾ തലയാട്ടുണ്ട്. പരിചയം പുതുക്കല്ല, പണി തരാം എന്നുള്ളൊരു പറച്ചിലാണത്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഇതിനെ ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞു വല്ലാതെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ബാക്കിലേക്ക് നിൽക്കുന്ന, മുമ്പേക്ക് നിൽക്കണമൊക്കെ നല്ല ഭംഗിയുള്ള ഇറച്ചിയുള്ള നല്ല ഐറ്റം ഉണ്ട്. ചില ആൾക്കാർ റെസ്റ്റിലാണ്. കണ്ടോ, കുഴപ്പമില്ലാത്ത ഐറ്റം ഉണ്ട്. ഏകദേശം 1.5-2 ഇടയിൽ വരുന്നതാണ് അധികവും ഇവിടെ ഇടത്തരത്തിൽ കാണുന്നത്. എങ്ങനെ ഇപ്പോൾ നിലവാരം എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മുമ്പ് പുള്ളി, ബ്ലാക്ക്, ചാരനിറം ഒക്കെ ഉണ്ട്. അവിടെ ഒരു കൊച്ചി ഇങ്ങനെ കൂടെ നിൽക്കേണ്ടവരെയൊക്കെ. ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. കേട്ടിടത്തോളം ബഷീർക്ക, സലാംക്ക, അതുപോലെ തന്നെ നമുക്ക് ഹാരിസ്, ഇവരൊക്കെ നമ്പറുകളൊക്കെയാണ് അവിടെ എഴുതി ഒട്ടിച്ചിട്ടുള്ളത്. വലിയ ഐറ്റംസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വെള്ളം കുടിപ്പിക്കാൻ. രണ്ട് ഭാഗത്തും പിടിക്കണം. ഇതവിടെ അടുത്തൊരായിട്ടുണ്ട്. അവിടെ തൊഴുത്തിൻ്റെ പുറത്ത് ആവറേജാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും തൂക്കമുള്ളത്. നമുക്ക് ഏറ്റവും അവസാനം കാണിക്കാം. ഇതാണ് ഒരാൾ. ഇതാണ് വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത്. നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ അവർ കുടിപ്പിക്കാനും കുളിപ്പിക്കാനൊക്കെ ഉള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ടീം.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വാഗതമാടിലെ മാടുകളെന്ന് പറയുന്നത് കാര്യമായിട്ട് കാളകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അവർ ഇഷ്ടം പോലെ ഉണ്ടെന്ന് മാത്രമല്ല, അത് വന്നാൽ എന്തായാലും സെലക്ഷൻ ഉണ്ടാവും. വില നിലവാരം കൂടി ഒന്ന് ചോദിച്ചറിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടവർ സജ്ജീകരിച്ച് തരുന്ന സംഭവം എന്താ വെച്ചാൽ ഇത്തിരി സമയം പാളിപ്പോയിട്ടോ. കാരണം ഞാൻ മലപ്പുറത്തുനിന്ന് കോട്ടക്കൽ എത്തിയപ്പോഴേക്ക് നല്ല മഴക്കോള് വന്നു. മഴക്കാറ് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, തൊടിയിൽ ഒന്നായിട്ട് പരന്ന് കിടന്നിരുന്ന എല്ലാ കന്നുകളെയും പിടിച്ചിട്ട് ആലയിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒപ്പം കാണാൻ പറ്റുന്നുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിലും എന്താണ്, ആ തൊടിയിലുള്ള വിശാലമായ കാഴ്ചകൾക്ക് സാധ്യത ഉണ്ടായില്ല. ഇവരൊക്കെ പുറത്തായിരുന്നു. പുറത്ത് മീൻസ് എല്ലാവരും തൊടിയിലായിരുന്നു. ഒക്കെ മാറ്റി കെട്ടി. ഇപ്പോൾ നല്ല വൈക്കോലൊക്കെ ഇട്ടെടുത്ത് തീറ്റയ്ക്ക് സെറ്റാക്കി വച്ചിരിക്കുകയാണ്. എല്ലാവരും നല്ല ഊത്തുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോയിലേക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ടാർപ്പായ കയറങ്ങൾ കാണുന്നുണ്ടാവുക. കാരണം ഞാൻ എൻ്റെ തടിയും കൂടി നോക്കിയിട്ടുള്ള കളിയാണ്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും അവസാനത്തിലേക്ക് എത്തി. നമ്മൾ നേരത്തെ റോട്ടിൽ നിന്ന് വീഡിയോ എടുത്ത ഭാഗത്തേക്ക് എത്തി. അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളും ഭാഗമൊക്കെ കാണിച്ചു തരാം. എല്ലാവരും നല്ല തീറ്റയിലാണ്. കെട്ടെടുത്തിട്ട് അതിനെ പണിക്കാരെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം എന്താ വെച്ചാൽ ഇതിന് പറ്റുന്ന ആളുകൾ സംസാരിക്കാൻ വേണം. മറ്റെന്താ പറയുക, ഇത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടില്ല. എൻ്റെ ആളുകളൊന്ന് വരണം. ഇത് തിരക്കിലായതുകൊണ്ടാണ്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. ഞാനിവിടെ എത്തിയപ്പോഴേക്കും മഴക്കോള് കണ്ടിട്ടേ എല്ലാവരും ഇതാണ് ഇപ്പുറത്തുള്ള തൊടിയിൽ ഇതാ ഈ വിശാലമായ സ്ഥലം മുഴുവൻ കന്നുകളായിരുന്നു. പുറത്ത് ഫുള്ളുണ്ടായിരുന്നു, ഇതാറ്റം വരെ ഈ മതിൽക്കെട്ടിനകത്ത്. അതൊക്കെ എന്തായി, അവിടുന്ന് വരുന്നുണ്ട്. അതൊക്കെ മൊത്തം അതാ. ഞാൻ ആകെ 2-3 ബാലൻസ് ഉള്ളൂ. ഈ തൊടിയിൽ നിറച്ച് ഇതായി കയറ് കെട്ടിയതൊക്കെ മൊത്തം കന്നുകളായിരുന്നു. അപ്പോൾ മഴയുടെ ഒരു പ്രശ്നം കണ്ടിട്ട് ഒക്കെ മാറ്റി കെട്ടുകയാണെന്നാണ് പറഞ്ഞു. എന്താ ഇതൊക്കെ ഇടത്തരം ടീമാണ്. ഇതൊക്കെ എത്ര തൂക്കം ഉണ്ടാവും ഏകദേശം? 160, 1.5 മേലെ ഉണ്ടാവും അല്ലേ? 1.5 മേലുള്ള ടൈപ്പാണെന്ന് പറഞ്ഞു. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 1.60 ടീമിന് അതിൻ്റെ വില നമുക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. അവർ ബിസി ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഫ്രീ ആയി കഴിഞ്ഞ ഉടനെ നമുക്ക് ചോദിക്കാം. അതിന് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. എന്നാലും വീഡിയോ വെറുതെ ആക്കില്ല. ആകെ തുകയിൽ ഇവിടെയുള്ള കണ്ടീഷൻസ് ഇതാണ്. അവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളും മറ്റുമാണ്. ആകെ തുകയിൽ ഇതാ തൊഴുത്തെന്ന് പറഞ്ഞാൽ സജീവമായിട്ടുള്ള ആൾക്കാർ, മെയിൻ രാജാക്കന്മാരൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന സംവിധാനത്തിലല്ല. അതൊക്കെ അത്യാവശ്യം ഇറച്ചിയുണ്ട്. ഇറച്ചിയുള്ള കന്നുകളാണ്. ഇത് ക്യാമറയായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നൊരു കണ്ടീഷൻസ് അല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്ന സമയത്തിനൊരു പാളിച്ച വന്നു. ഇവരൊക്കെ പുറത്താണെങ്കിൽ നമുക്ക് ഒന്നും കൂടിയൊക്കെ സെറ്റാക്കായിരുന്നു. തൊഴുത്തിൻ്റെ പുറത്തും ഇങ്ങനെ ഒരു ഇടത്തരം ടൈപ്പ് കെട്ടിയിരിക്കുകയാണ്. കണ്ടോ, പ്രത്യേകം എന്താ വെച്ചാൽ എല്ലാവരും നല്ല ഊത്താണ്. കണ്ടോ, കിടന്നിടത്ത് വരെ തലാട്ടുണ്ട്. കാണിച്ചിടാം. ഓക്കെ, അത് വൈക്കോല് മൂടി വെച്ചാണ്. അതാ ഇപ്പോൾ ഏകദേശം ഏരിയ കവർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം കന്നുകൾ ഇവിടെ സുലഭമാണെന്നുള്ളത്. അപ്പോൾ ഈ ബലി പെരുന്നാൾക്ക് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് 18-ാം തീയതിയാണ്. ഇതിൻ്റെ ശേഷം 2 ആഴ്ചയും കൂടിയുള്ള ജസ്റ്റ് ഗ്യാപ്പുള്ളത്. 2 ആഴ്ച ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കന്നുകളൊന്ന് വാങ്ങാം. അപ്പോൾ കോട്ടക്കൽ ചെങ്കുവട്ടിയിൽ നിന്ന് തൃശ്ശൂർ റോട്ടിന് ഇത്തിരി പോകുന്ന സ്വാഗതമാടിലാണ് ഈ സംഭവം ഉള്ളത്. ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കാം. അടുത്ത വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള വിലകളും മറ്റൊക്കെ ചോദിച്ചറിയാം. ഓക്കെ, താങ്ക് യു.